ഇങ്ങനെ പോയാൽ ചന്ദ്രൻ ആകാശത്തിന് ചെറുതായിട്ട് പോലും കാണില്ലെന്നാണ് തോന്നുന്നത്. എന്തെന്നല്ലേ, 600 മില്യൺ വർഷങ്ങൾ കഴിഞ്ഞാൽ ചന്ദ്രൻ ഒരുപാട് അകലെ പോകുമെന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. ഇതുമൂലം സൂര്യഗ്രഹണ സമയത്ത് സൂര്യനെ മുഴുവനായി മറക്കാൻ ചന്ദ്രനാവാതെ വരും. കാരണം ഇതാണ്: വേലിയേറ്റ ശക്തികൾ മൂലം പ്രതിവർഷം ശരാശരി 1.5 ഇഞ്ച് എന്ന നിരക്കിൽ ചന്ദ്രൻ ക്രമേണ ഭൂമിയിൽ നിന്ന് അകന്നു പോവുകയാണ്. ഇത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണ ഇടപെടലിൽ നിന്നാണ് ഈ ശക്തികൾ ഉണ്ടാകുന്നത്. ഭൂമിയുടെ ഭ്രമണം സാവധാനത്തിൽ കുറയുകയും ഈ ഊർജം ചന്ദ്രനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും അത് കൂടുതൽ അകന്നു പോവുകയും ചെയ്യുന്നു. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലം ക്രമാനുതീതമായി വർദ്ധിക്കുകയും കാരണമാവുന്നു. കാലക്രമേണ ചന്ദ്രൻ ആകാശത്ത് ചെറുതായി കാണപ്പെടും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഏകദേശം 600 ദശലക്ഷ വർഷങ്ങൾക്കുള്ളിൽ ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് സൂര്യനെ പൂർണ്ണമായി മറയ്ക്കാൻ കഴിയുന്നത്ര വലുതായിരിക്കില്ല ചന്ദ്രൻ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിനു പകരം വലയഗ്രഹണങ്ങൾ ഉണ്ടാവുകയും അവിടെ സൂര്യന്റെ ഒരു വളയം ചന്ദ്രന് ചുറ്റും ദൃശ്യമാവുകയും ചെയ്യുന്നു. ഖഗോള മെക്കാനിക്സും ഭൂമിയുടെ ദീർഘകാല പരിക്രമണ ചലനാത്മകതയും സംബന്ധിച്ച പഠനങ്ങളിൽ ഈ പ്രതിഭാസം നന്നായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്.